പ്രിയ സുഹൃത്തുക്കൾക്ക് ബൈനോക്കുൽ ടോക്സിന്റെ കന്യാകുമാരിയുടെ നൈറ്റ് ലൈഫ് ബിരിയാണി. നമുക്ക് ഈ ബിരിയാണി കഴിച്ചിട്ട് കന്യാകുമാരി നൈറ്റ് കന്യാകുമാരി എങ്ങനെയാണെന്ന് കാണാം. നിങ്ങൾ പകലല്ലേ വന്നിട്ടുണ്ടോ? രാത്രി വന്നിട്ടുണ്ടാവും. കന്യാകുമാരി നൈറ്റിൽ എന്തൊക്കെ ചെയ്യാം, എങ്ങനെ നടക്കാം, കന്യാകുമാരി ഇങ്ങനെയൊക്കെ ചെയ്യാവോ, മറ്റന്മാർ പറഞ്ഞ കന്യാകുമാരി അത് ചെയ്ത് ശരിയാണോ ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഡൺ. അപ്പം ബിരിയാണി തീർത്തിട്ട് ഈ 4 പ്ലേറ്റ് വീണ്ടും കാണിക്കാം. റെഡി. 160 രൂപയുടെ ബിരിയാണിയാണ്. 160 രൂപയുടെ ഏട്ടാ. 160 രൂപയുടെ ബിരിയാണിക്കിട്ട് 260 രൂപയുടെ പണിയെടുത്തു. ഇറങ്ങാം ഇനി. പക്ഷെ ഒരു കാര്യം നിർത്തി കേട്ടോ, കന്യാകുമാരിയിൽ ഒരുമാതിരിപ്പെട്ട ഹോട്ടലുകളൊന്നും യൂറിൻ പാസ് ചെയ്യാൻ സ്ഥലമില്ല കേട്ടോ. ഒരു വർഷം വെച്ചാൽ റോഡിലോ അവിടെ എവിടെയെങ്കിലൊക്കെ ചെയ്യാനാ പറഞ്ഞത്. നീ ചോദിച്ചിട്ടെന്നാ പറഞ്ഞേ? അതൊരു പുതിയ അറിവാണേ. എന്താ തുടങ്ങിയേക്കാം. നമ്മളെ കന്യാകുമാരിയുടെ തുടക്കത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. തുടക്കത്തിൽ സിറ്റിയുടെ തുടക്കം. അതിന്റെ പുറകിൽ ഒരു ബോർഡ് കാണുന്നുണ്ടോ? വെൽക്കം ടു കന്യാകുമാരി. അതിന്റെ നേരെ പുറവശോടെ കാണിച്ചു തരാം വഴി എങ്ങനെയാ വരുന്നതെന്ന് കേട്ടോ. ഞാൻ നിൽക്കുന്നതിൻ്റെ വലതുവശത്തും തിരുനെൽവേലിയിൽ നിന്ന് ഇടത്ത് വശം നാഗർകോവിലിൽ നിന്ന് വരുന്ന 2 ഇതാ. അതിൻ്റെ നടുക്ക് ഐലൻഡ് അവിടെ നിൽക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് ഇവിടുന്ന് കന്യാകുമാരിയുടെ സിറ്റിയുടെ തുടക്കം എടുത്ത് പോവാം കേട്ടോ. എടുത്ത് അങ്ങോട്ട് പോയി നമുക്ക് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്ത് ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം വേറെ സംഭവം കണ്ടു കേട്ടോ. നമുക്ക് നോക്കാം. അതായത് വണ്ടി വരുന്നുണ്ട്. നോക്കാം. നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങോട്ട് നോക്കി കുറച്ച് ആൾക്കാരിരിക്കണേ. രാത്രി നോക്കിയിരിക്കണേ. ഇത് ചുടലമാടൻ കോവിലാ കേട്ടോ. അതായത് ഗേറ്റിന്റെ തൊട്ടടുത്ത്. എത്ര പേരായിരിക്കും നോക്കി. അതായത് ഈ ഗേറ്റിന്റെ ആ പുറകിൽ കാണുന്ന ഇരുട്ട് വശം ഇവിടുത്തെ എന്തുവാ ചുടലക്കാട, അതായത് നമ്മുടെ മൃതദേഹം ദഹിപ്പിക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ നോക്കിയിരിക്കുന്നത് എത്ര പേരാ നോക്കി. ഇവർ രാത്രി ഫുള്ള് ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. എന്താ കഥ. ഒരാളിരുന്ന് ഉറങ്ങുന്നു കേട്ടോ. ഒരാളല്ല, ഒരുമാതിരിപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രം എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. പറന്നൊന്നും പോണ്ട. ഞാൻ പോവാ. പറക്കണ്ട. ഞാൻ പോവാന്നേ. അങ്ങനെ നമ്മുടെ ഗേറ്റ് കഴിഞ്ഞിട്ടോ. ഇവിടെ ഒരു എൻട്രൻസ് സ്റ്റോൾ ഉണ്ട്. അവിടെ ഒരു ചുവന്ന ലൈറ്റ് ഇരിക്കുന്നില്ലേ. ഇത് ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേ ഇതുണ്ടോ, ഒത്തിരി പതുക്കെ കിട്ടും. ഇതുണ്ട്. ഇവിടെ ഒരു വിവേകാനന്ദ കേന്ദ്രമുണ്ട്. ഇവിടെ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 300 തൊട്ട് 5000 വരെ. അപ്പോൾ അത് അനുസരിച്ച് വേണം നോക്കാൻ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തും വലത്തും ഉണ്ട്. ഇവിടെ റൂംസ് ഉണ്ട്. ഇപ്പുറത്തൊരു വലിയ ചെറിയുണ്ട് കുളം. ക്ഷേത്രമാണോ ഇല്ലയോ? ക്ഷേത്രമുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിലൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ റൂംസാണ്. അവിടെ ഒരു ചെറിയൊരു ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ കഴിഞ്ഞ് ഇവിടെ ഒരു ഫാർമസി ഉണ്ട്. പിന്നെ റൂംസ് ആട്ടോ. റൂംസ് TRB റെസിഡൻസി. ഇവിടെ കുമാരി ലോഡ്ജ്. കന്യാകുമാരിയില്ല, വായിച്ചു വന്നപ്പോൾ പോയതാണ്. ഇവിടെയൊക്കെ വലിയ വലിയ വണ്ടികളൊന്നും ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇപ്പം ഇവിടെ നല്ല തിരക്കാട്ടോ. ഇവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ATM ഉണ്ട്. പിന്നെ പോയി കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ഹോട്ടലാണ്. ഇവിടെ ഒരു ഭൂപതി മറ്റേ ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ ഒരു വലിയ നമ്മുടെ ഇടതുവശത്ത് ഇതുണ്ടോ, താഴെ കടൽ തീരത്തോട് ചേർന്നൊരു പള്ളിയുണ്ട്. നമ്മൾ സുനാമി കാലഘട്ടത്തിലേക്ക് ഈ പള്ളിയുടെ പടം കണ്ടാണ് കേട്ടോ. പിന്നെയും വിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം റൂം തന്നെയാണ്. റൂംസ് എല്ലാ ICICI ബാങ്കിൻ്റെ ഒരു ATM ഉണ്ട്.
ഇവിടെ ഒരു ഗംഗ ഹോട്ടലുണ്ട്, അതും റൂംസും ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട്. ഇവിടേക്ക് ആൾക്കാർ വഴി കാത്തിരിപ്പുണ്ട് കേട്ടോ ഇത് എടുക്കാൻ വേണ്ടി, റൂം എടുക്കാനോ അല്ല ഇത് മറ്റേ പാക്കേജ് ടൂറുകാരാന്ന് തോന്നുന്നു, അവർ അവരുടെ വണ്ടി വരാനൊക്കെ കാത്തിരിക്കുന്ന. ഇവിടെ ഒരു ഹോട്ടൽ ശ്രീദേവി ഉണ്ട്, അവിടെ മധുപാനീയ കടയുണ്ട്, ബാറ് നേരെ എതിരെയുണ്ട് കേട്ടോ, ഒരെണ്ണം തൊട്ടെതിരെയുണ്ട് ഒരു ബാറ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ATM ഉണ്ട്, തമിഴ്നാട്, അയ്യോ അത് കാണാനും പറ്റില്ല, പേര് വയ്ക്കാൻ പറ്റില്ല, ത്രിവേണി ടൂറിസ്റ്റ് ഹോം. അവിടെ നിന്ന് ഈ വണ്ടി ഇറങ്ങി വരുന്നത് കേട്ടോ, ഒരു ബസ് ഇറങ്ങി റിവേഴ്സ് വരുന്നുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ബോട്ട് ഹൗസ് സൺസെറ്റ് 400 മീറ്റർ, സൺസെറ്റ് ബോട്ട് ഹൗസ് 400 മീറ്റർ. ഇതെല്ലാം കുഞ്ഞു കടയാണ്. ഇതാണ് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിച്ചപ്പം നമുക്ക് നമ്പർ 1 വെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ കട. നമ്മൾ താമസിക്കുന്നത് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അങ്ങോട്ട് കയറി പോകുന്ന ഇതുണ്ട്, ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നിടത്ത് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ റൂം എടുത്തേക്കുന്നത് അവിടെ. ഇനിയാണ് നമ്മളിത് ഇതുണ്ട്, ഇവിടെ ഒരു ടവർ കണ്ട്, ഇത് കണ്ടോ, ഇവിടെ നിന്ന് താഴെറങ്ങിപ്പോയാലും നമുക്ക് ബോട്ട് ഹൗസിലെത്താം, മറ്റേ നമ്മുടെ വിമാനപ്പാറയിലോട്ട് പോകുന്ന ബോട്ട് പോകുന്ന സ്ഥലത്തെത്താം. ഇവിടുന്ന് ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 2-3 ബീച്ചാണ്. ഇവിടെയാണ് താഴെ ഗാന്ധി പാർക്കുണ്ട്, ഇവിടെ വണ്ടി പാർക്കിംഗ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ വെട്ടം അടിക്കുന്ന തിരുവള്ളൂർ പ്രതിമയാണ്. ഇവിടെ ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ട്, അത് നമ്മളിപ്പം അതെടുക്കാനാണ് നമ്മൾ ശരിക്കും വന്നേക്കണേ, അത് നമുക്കിപ്പോൾ ഇറങ്ങുമ്പോൾ കാണിക്കാം കേട്ടോ. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട്, അതായത് നമ്മൾ കന്യാകുമാരി ചെന്നാൽ തിരുവള്ളുവരുടെ ആ പ്രതിമ നിൽക്കുന്നിടത്തോട്ട് പോകാനാണ് നമുക്ക് കാലാവസ്ഥയ്ക്കനുസരിച്ച് പോകാൻ പറ്റില്ല. ഇപ്പോൾ അത് ഒഴിവാക്കി അവിടെ നല്ല അടിപൊളി ഒരു ഗ്ലാസിൻ്റെ ബ്രിഡ്ജ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഇതെല്ലാം മൊത്തം വഴിയോര കച്ചവടങ്ങളാട്ടോ, ചെറിയ ഉഴുന്നുവട അങ്ങനത്തെ സാധനങ്ങൾ, ഇതെല്ലാം കൂടുതലും നാടോടി സ്ത്രീകളുടെ കച്ചവട സ്ഥലങ്ങളാണ്. ഇന്ന് നമ്മൾ ബീച്ചിൻ്റെ, അതായത് നമ്മൾ മറ്റേ കണ്ടില്ലയോ നമ്മൾ അവസാനിക്കണം പറഞ്ഞു NH, അതിൻ്റെ താഴ്വശമാണ് ഇത് കേട്ടോ. ഇവിടെ കാമരാജ മെമ്മോറിയൽ എന്നും പറഞ്ഞ് ഒരു എന്തുവാ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് കൂടിയിട്ടേക്കുക, പകൽ മാത്രമേ അതിനകത്ത് ദർശനമുള്ളൂ. ഇവിടെ എല്ലാം പിന്നെ വഴിയോര കച്ചവടങ്ങളാണ്. ഇവിടെ സീ ഫുഡ് കോർട്ട് എന്നും പറഞ്ഞ് ഇവിടെ സംഭവമുണ്ട് നമ്മുടെ വലത്തെ സൈഡിൽ. നമ്മളിപ്പോൾ മറ്റേ നമ്മുടെ കോവളം പോകുന്ന റൂട്ട് പറഞ്ഞില്ലേ, അതിൻ്റെ നേരെ താഴെ കൂടെ തീരത്തൂടെ പോകുന്നത് കേട്ടോ. ഈ ബീച്ചിൻ്റെ നീളത്തിൽ മൊത്തം ഇവിടെ മറ്റേ കണ്ടൽ പോലെ, ഇതെന്ത് ചെടിയായിരിക്കും അത് കാണത്തില്ല, എന്തോ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നിറച്ച് ചെടിയായിട്ട്. നമുക്ക് ഇറങ്ങി നിർത്തി നോക്കാവേ, നമുക്ക് നോക്കാം എന്താ ചെയ്തേക്കുന്നത്. ഇത് മൊത്തം വാലാണ് വെച്ച് ഒപ്പിച്ചത് കേട്ടോ. അല്ല അപ്പുറത്ത് മറ്റേ ചെറിയ മിന്നാമിൻ ലൈറ്റുകൾ കടലിൽ മിന്നുന്നുണ്ടോ, ഇതിൻ്റെ താഴെ കട്ടൽ. നമുക്കത് ഇവിടെ ഒന്ന് കറങ്ങി ആ നമ്മുടെ ആ ഇത് കാണാവുന്ന ഒരു ഗാന്ധി സ്ക്വയർ ഉണ്ട്, അവിടെയും കൂടെ പോയിട്ട് നമ്മുടെ തിരിച്ച് നമുക്ക് ബീച്ചിൽ പോകാം. കാരണം നമ്മൾ ഇതിൻ്റെ ഏകദേശം റോഡ് അവസാനിക്കുന്ന ഭാഗത്തെത്തി. നമുക്ക് ദൂരെ ഒരു പള്ളി കാണാം, ആ പള്ളിയുടെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സൈൻ ബോർഡ്. നമുക്ക് ആ ബോർഡ് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ടോൾ പറഞ്ഞില്ലയോ തിരുവനന്തപുരത്ത് നിന്നൊക്കെ നമ്മൾ വന്ന വഴി, കോളത്തിന് വന്ന വഴി, അത് താഴെറങ്ങി വരുന്ന വഴിയാണ്. അത് അവിടെ എല്ലാം അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. സൺസെറ്റ് പോയിന്റ് നാഗർകോവിൽ കണ്ട, വളഞ്ഞ് മേലോട്ട് കയറി പോകണം. തിരുവനന്തപുരം 104 കിലോമീറ്റർ മേലോട്ട് കയറിപ്പോയി നമ്മുടെ ടോളിലെത്തും. ഇനി അവിടുന്ന് ഫ്രണ്ടിലോട്ട് പിന്നെയുണ്ട്, എടുത്താൽ പൊങ്കാലത്തെ പാവയായിട്ട് ആൾ നിൽക്കുന്നു. ഇനി ഏകദേശം ഇതിൻ്റെ തിരക്കുകളിൽ നിന്നങ്ങ് മാറി കേട്ടോ. ഇനിയിപ്പോൾ ഏകദേശം ഇവിടം വരെയൊക്കെ ഉള്ളൂ. ദൂരത്തിലങ്ങോട്ട് സംഭവം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര തിരക്കില്ല. ഒരു വിജനമായ അവസ്ഥയിലോട്ടെത്തി. താഴെ അങ്ങോട്ട് കടൽ കണ്ട് കുറേ പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടം കൊണ്ട് ഈ റോഡ് അവസാനിക്കുക കേട്ടോ. പിന്നെ ഒരു വലിയ മൈതാനമാണ്. മൈതാനത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നന്നായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിന് മാത്രം തിരക്കില്ല. അങ്ങ് ദൂരെ ഒരു പള്ളിയൊക്കെ കാണാം. പിന്നെ മൈതാനത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വീണ്ടും റോഡുണ്ട് കേട്ടോ. അത് തറയോട് പതിച്ച് കടലിൻ്റെ തീരത്ത്. നമുക്ക് നാളെ പകലൊന്നുകൂടെ വരാൻ കേട്ടോ. അതിൽ ബ്രേക്ക് ഇട്ടില്ല, നേരെ വണ്ടത്തിലോട്ടോ, നേരെ കടല. പക്ഷെ ഇവിടെ എല്ലാം ചെറിയ കുഞ്ഞു പാറകളൊക്കെയാണ്. ബ്രേക്ക് കിട്ടുമോ നോക്കിയതാണോ? ഇവിടെ എന്തൊക്കെ സംഭവം പാറയപ്പുറത്തൊക്കെ പണിതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം സീ ഫുഡ് ആയിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ശബരിമല സീസൺ ആയിട്ടായിരുന്നു. കുറച്ച് കടകളൊക്കെ അടച്ചിട്ടേക്കോ, പക്ഷെ ഉണ്ട് നല്ല ഫ്രഷ് മീൻ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്.
പതിനൊന്നര നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഒത്തിരി താമസിച്ചു. നമുക്ക് ഒരെണ്ണം എന്നാ കൊള്ളാമെന്ന് നോക്കിയാലോ? നമുക്കൊന്ന് നോക്കാം. அண்ணா என்ன மீனா அவ்வளோண்ணா? இது வந்து மொயவாழை. இது வந்து மற்ற சீலான்னு சொல்லுவாங்க. அது முள்ளுள்ளது இல்லை, மற்ற இதுனா அந்த இது என்னது மாவாழன்னு சொல்லுவோம் நம்ம அங்கே. ஃப்ரெஷ் மீனா? மீன் எல்லாமே எல்லாம் ஃப்ரெஷ், எல்லாம் ஃப்ரெஷ். என்னடா வேண்டே? எல்லாம் ஃப்ரெஷ் மீன். அண்ணனுக்கு നമ്മുടെ മീൻ ഏതാ? വങ്കട. ഫ്രഷ് ഫ്രഷ്. നമുക്ക് വേണ്ടി ഫ്രഷ് വെളിച്ചെണ്ണ. ഫ്രഷ് വെളിച്ചെണ്ണ. അതെ. സോറി, വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിൽ. ഇനി നമ്മൾ അതിനന്നൊരു വങ്കട പൊരിക്കും. ഇത് വല്ല വേണോ? പ്രോൺസ് കൂന്തലിരിപ്പുണ്ട്, വല്ല വേണോ? നമുക്ക് അത് മതി അല്ലേ? നമുക്കൊരു മീനിനെ പൊരിച്ച് കഴിക്കാം. കന്യാകുമാരി വന്നിട്ട് ഒരു മീനിനെ പൊരിച്ച് കഴിക്കാം. ஒரு டேபிள் எடுத்துட்டு நம்ம டேபிள் உண்டா பக்கத்துல நான் எடுத்து ഇത് മതി അണ്ണാ. ഒരെണ്ണം ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഇത്തിരി താമസിച്ചു. കാരണം ഇത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആ കന്യാകുമാരി ആ മറ്റേ റോഡ് ഇട്ടേക്കുന്നില്ലേ, ആ റോഡ് ഇട്ടേക്കുന്ന അത്രയും ദൂരം ഓടിപ്പോയിട്ട് നമ്മൾ താമസിച്ചേ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഫ്രഷ് ആയിട്ടൊക്കെ. ഇത് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം മീനുണ്ട്. 1, 2, 3 ഈ അടച്ചിട്ടേക്കുന്നൊക്കെ മീനാട്ടോ. പൊരിക്കാം. കാണാവോ? ഒരു കാട നമ്മൾ കഴിച്ചു കേട്ടോ. बांगड़ा एक का 80 रुपया, जोड़ी का 150 रुपया. बांगड़ा 100 रुपया, 80 रुपया होगा. ഇതെന്നാന്നറിയോ? ഇത് ഗരം മസാല ടേസ്റ്റ് ആട്ടോ. ഉറപ്പായിട്ട് ഗരം മസാല അതിനകത്ത് ശകലം മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ചേർത്തു. ഉപ്പില്ലാത്തൊരു സെറ്റപ്പാണ്. നമ്മുടെ ഒനിയൻ വരുന്നുണ്ട്. ആണോ? ലൈം പീസ് ഉണ്ടോ? ഒരു പീസ്. ഇവിടെ നേരെ ഒരു ഓർഡർ അപ്പുറത്ത് വന്നോണ്ടിരിക്കുകയാണ്. ലൈം പീസ് ഇപ്പൊ വരും. ആദ്യം ഒരു പീസ്. മോനെ അത് കറക്റ്റ് വേവാ. നല്ല കറക്റ്റ് വേവ്. നമ്മുടെ ചെണ്ടമുറയും കപ്പ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു സവോള പീസ് കഴിച്ചു നോക്കിയേ. മുറുമുറാ സൗണ്ട് ആണ്. മുറുമുറാന്ന് എങ്ങനെയുണ്ട്? വേവ് എങ്ങനെയുണ്ട്? എന്നറിയോ? മീനൊക്കെ തലേന്ന് പറഞ്ഞാൽ നമ്മുടെ പൂവാറ് ടുട്ടുമോൻ കുരുക്കൾ പറഞ്ഞിട്ടില്ലേ, മീനിൻ്റെ ഒരു സാധനം കളയാനാണ്. നമ്മളെ മീൻ ഓർഡർ ചെയ്തപ്പോഴത്തേനും ഇവിടെ 1, 2, 3 പേര്. നിങ്ങൾ കന്യാകുമാരി അല്ലേ? കന്യാകുമാരി. നമ്മളിവിടെ കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവർ വന്ന കേട്ടോ. ആണാ പറഞ്ഞ രീതിയിൽ പൊരിച്ച് നമ്മുടെ ഇഷ്ടത്തിൽ പൊരിച്ച് നമ്മൾ സെറ്റാക്കി. വായിക്കോളൂ, വാ. ഇങ്ങനെ വാടേ ആളെ ഒന്നും എനിക്കറിയത്തില്ല. ഇവരെല്ലാം കന്യാകുമാരിക്കാരാണ്. ഇനിയിപ്പോ വേറെ ഒന്നും പറയണ്ടല്ലോ. കന്യാകുമാരിക്കാർ പറഞ്ഞു ഇസൈക്കാണ് എന്റെ സാധനം സെമ്മ ടേസ്റ്റ്. പിന്നെ അതിക്കുള്ള ഇങ്ങോട്ട് തിരിഞ്ഞ് ഇക്കളെ നമ്മൾ ഈ രാത്രി 12, 25 സമയത്തൊക്കെ ഒരു ബീച്ചിലോട്ട് പോവാന്ന് വെച്ചാലേ അത് നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു കാര്യമാണ്. കാരണം ന്യൂ ഇയറിന് പോലും 12 മണി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ബീച്ചിൽ നിന്ന് ആൾക്കാരെ അടിച്ച് കയറ്റി വിടും. ഇനി ആ ബീച്ചിൻ്റെ ഒരു സൗന്ദര്യം കാണിക്കാം കേട്ടോ. ആൾക്കാർ പല സ്വഭാവം ഉണ്ടാവും, നിയന്ത്രിക്കുന്നവരും പല സ്വഭാവം ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടേതായ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല നൈറ്റ് ലൈഫ് കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റും. ഗാന്ധി മെമ്മോറിയൽ കാണണ്ടേ നൈറ്റ് നോക്കി, ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച്. നമുക്ക് രാത്രി അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല കേട്ടോ. പക്ഷെ നല്ല വൃത്തിയും വെടുപ്പായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്.
ഇത് കന്യാകുമാരി ക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പുറകുവശം മതില, അതായത് കടലിനോട് ചേർന്ന് നിൽക്കുന്ന മതിൽ. അവിടെ ചെന്ന് നിന്നിട്ട് വേണം നമുക്ക് തിരുവള്ളൂരെ ഓവർ ബ്രിഡ്ജും എടുക്കാൻ, അതായത് ഗ്ലാസിൻ്റെ ബ്രിഡ്ജ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, 2 ദിവസമായിട്ട് കാറ്റ് കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് ആളെ കടത്തി വിടുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ കടക്കും. എൻ്റെ പൊന്നെ, എന്നെ കാറ്റടിക്കുന്നു, കാറ്റെന്നായിട്ട് മറിക്കുന്നു കേട്ടോ. ഓ ചുമ്മാ അല്ല കേട്ടോ ബോട്ട് സർവീസ് എന്ന് പറഞ്ഞു. വിവേകാനന്ദ പാറയും തിരുവനന്തപുരം പ്രതിമയായിട്ട് ഗ്ലാസ് ബ്രിഡ്ജാണ് കാണുന്നത് കേട്ടോ. ആ ബ്രിഡ്ജ് കാണാനും അത് കടക്കാനും വന്നേ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ നമുക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ നമ്മളത് കടക്കും. എന്താ ഭംഗി ചെയ്ത് നിൽക്കേ, നല്ല മിന്നി തിളങ്ങി നിൽക്കുന്നല്ലേ. ഓ നല്ല കാറ്റടിക്കുന്ന കേട്ടോ. ഒരു കാഞ്ചി കാമകോടി ഒരു പീഠത്തിന്റെ ഒരു ഗേറ്റ് ഉണ്ട്, അതായത് അമ്പലത്തിന്റെ ഇപ്പുറത്ത് കേട്ടോ. ഇപ്പം രാത്രി ഒരു 12:45 1 മണിയായി. ഈ ബീച്ചിന്റെ ലൈവ് നോക്കി, ബീച്ചിൽ എന്ത് മനുഷ്യന്മാരെ നോക്കി. ഇവിടെ മണ്ഡപത്തിലും കെട്ടിലൊക്കെ ആൾക്കാരെ പെട്ട് തിരുവള്ളൂർ. ഇപ്പൊ കാറ്റടിച്ചാൽ ഇങ്ങോട്ട് വിട്ടിരുന്നു കേട്ടോ. നല്ല കാറ്റാ. ഇതാ പറഞ്ഞു കേട്ടോ, അവര് ചിലപ്പോ മിക്കവാറും ജങ്കാർ ഇറങ്ങുകയെന്ന് പറഞ്ഞു. കന്യാകുമാരി നമുക്ക് ഇവിടെ ഈ കൽമണ്ഡപത്തിൽ പോയിട്ട് നമുക്ക് ഇതിലെ കൂടെ താടിറങ്ങി പോട്ടോ. ഇവിടെ എല്ലാം താടിറങ്ങാൻ എല്ലാം ഇത് കെട്ടിട്ടുണ്ട്. ബാ, തിരുവള്ളൂരൊക്കെ കാണാമല്ലോ അല്ലേ. ഇവിടെ ഒരു സംഭവം ഉണ്ടോ, ഇത് കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ എവിടെയല്ലേ ബീച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? അതായത് അന്ധവൈകല്യമുള്ളവർക്ക്, വീൽ ചെയറിൽ അങ്ങനെ വരുന്നവർക്ക് വരാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പാതയാണ് ഇത് കേട്ടോ. ഈ പാത നോക്കി ഇറങ്ങാനും, അതുപോലെ തന്നെ ഈ കാല് ഇങ്ങനെ കുത്തി ഇറങ്ങുന്നവർക്കും വീൽ ചെയർ. ഇനി അവർക്ക് വേണ്ടി അവിടെ താഴെ ഒരു സ്ഥലം കൂടെ ഉണ്ട്. സമയം 1 മണിയായേ രാത്രി. ഇതുപോലെ കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം എൻ്റെ അറിവ് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു എങ്ങനെ വരും 10 പ്രാവശ്യം 10-12 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ എത്ര വന്നാലും എനിക്ക് മടുക്കില്ല കേട്ടോ. ചേട്ടന്മാര്, ശബരിമല സ്വാമിമാര് ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ശിവലിംഗം ഉണ്ടായിരുന്നു കേട്ടോ. ആ ശിവലിംഗം വെള്ളം വീണ് കയറി മൂടിപ്പോയി. നമുക്കൊന്ന് പോയി നോക്കിയാലോ, കാണാൻ പറ്റുമോ നോക്കാം. പക്ഷെ കടലിച്ചിട്ട് കൂടുതലാ, വന്ന് നോക്കാം ബാ. ഇവിടെ ഈ കൈവരി പതിച്ചു വരുന്നുള്ളൂ കേട്ടോ. കൈവരി പതിച്ച് തീർന്നിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോണേ. ഇവിടെ എല്ലാം കടൽ വന്ന് കയറുക കേട്ടോ. ശരിക്കും ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ ഇവിടെ കേട്ടോ. ഇതുകൊണ്ടോ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കാൻ എല്ലാ സംഭവം. ഇവിടെയാണ് ത്രിവേണി സംഗമം. ഈ ത്രിവേണി സംഗമത്തിന് വേണ്ടിയാണ് ഈ സംഭവം ചെയ്തേക്കണേ. ബാ, ഇവിടെ ഇത് കണ്ടോ, ഒരു നന്ദികേശനും ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. അത് നമ്മുടെ ത്രിവേണി സംഗമം കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് വരുമ്പോൾ ഇത് കണ്ടോ, ഒരു വലിയ ശിവലിംഗം, അതേ നോക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു നന്ദി. എനിക്ക് തോന്നുന്നത് അത് കടലിൽ നല്ല താഴ്ത്തി ഇറക്കിയായിരിക്കും വെച്ചാൽ കേട്ടോ. ഇല്ല, അത് പൊക്കിപ്പോണ സമയം കഴിഞ്ഞു കേട്ടോ. ഒരു കുഞ്ഞ് മറ്റേ വിളക്കുമാടം പോലത്തെ ഒരു സാധനം ഉണ്ട്. കടലിലേക്ക് മേളിൽ കയറി വന്നു. നമ്മളാ അതിൻ്റെ മേളിലേ ഇവിടെ ടോയ്ലറ്റ് സംവിധാനം പണിതിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇത്രയും വൃത്തിയായിട്ട് കടത്തിരുന്നത്. അല്ലെങ്കിൽ എറണാകുളത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ചെറായി കണ്ടിട്ടുണ്ടോ? ഞാൻ കോളത്ത് കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാ കടൽ പോയില്ലേ, ഇത് കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് ടൂറിസം. ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന കന്യാകുമാരി കടപ്പുറമാണ് കേട്ടോ. സൂര്യോദയം കാണാൻ പോകുന്ന ഈ കന്യാകുമാരിയിൽ വന്നേക്ക സകല ടൂറിസ്റ്റുകാർ രാവിലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ സമയം 6 മണി ആവുന്നുള്ളൂ. എവിടെ നിന്ന് സൂര്യോദയം കാണാൻ പറ്റും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം, അല്ലാണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ജനസമുദ്രമാണ്. ഇന്ന് മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് കാണാൻ പറ്റുന്നു. അങ്ങനെ മഞ്ഞല്ല, എന്നാലും ഉണ്ടൊരു മൂടല്. നമുക്ക് നോക്കാം. കന്യാകുമാരിയിലെ സൂര്യോദയം. കന്യാകുമാരി സൂര്യോദയം കാണുന്നത് ഈ പ്രദേശം മൊത്തം ജനാട്ടോ. കിട്ടിയൊരു സ്പോട്ടാ. നമുക്ക് ഇവിടെ നോക്കാം.
അന്തരീക്ഷത്തിൽ ചെറിയ വെട്ടം വെളിച്ചമൊക്കെ വരുന്നുണ്ട്. മിക്കവാറും നമ്മളിവിടെ വന്നിട്ട് സൂര്യോദയം കണ്ടിട്ടില്ല കേട്ടോ. അന്നെല്ലാം ഇതുപോലെ തന്നെ പുകപടലങ്ങളും മഞ്ഞും ഒക്കെ ആയിരുന്നു. അന്നത്തെ അവസ്ഥ നമുക്കറിയത്തില്ല, നോക്കാം. ഇന്നും എന്നത്തെ പോലെ തന്നെയാണ് സൂര്യോദയം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മീനുള്ളായി ഇന്നും മേഘാമൃതമാണ്. പിന്നെ അന്നത്തെക്കാലം ഒരു പ്രത്യേകത വെച്ചാൽ ഇന്ന് സ്വല്പം കളറെങ്കിലും ഉണ്ട് അന്തരീക്ഷത്തിൽ. ബാക്കി സമയം വരുമ്പം ഫുള്ള് കർമ്മേഘമായിരുന്നു. ഇന്ന് ഒരു ശകലം കളറെങ്കിലും കാണാം. രാവിലത്തെ കാലാവസ്ഥ അറിയത്തില്ല കേട്ടോ. പക്ഷെ നല്ല കാറ്റാ രാത്രിയിലെ പോലെയാണ്. പക്ഷെ ഇന്നും ബോട്ട് സർവീസ് ഉണ്ടാവും, ഇന്നും ജങ്കാർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് നമ്മുടെ ആ ആഗ്രഹം പൂർത്തീകരിച്ചിട്ട് പോവാം. ഇപ്പോഴത്തെ കന്യാകുമാരി എന്ന് വെച്ചാൽ ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ട.